ഹായ് ഓൾ, വെൽക്കം ടു CC+. CC+ലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് മലയാളം അക്ഷരമാലയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അക്ഷരത്തെറ്റുണ്ടാവുന്നത് സ്വാഭാവികമാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും മലയാളം അക്ഷരത്തിൻ്റെ തെറ്റുകൾ ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ആ അക്ഷരത്തെറ്റ് ഇല്ലാതെ മലയാള ഭാഷ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. മലയാളത്തെ തെറ്റുകൂടാതെ എഴുതണം, തെറ്റുകൂടാതെ വായിക്കണം, ഇതൊക്കെയാണ് പറയാൻ നമുക്കറിയാം അല്ലേ? ഓൾറെഡി നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം കൊണ്ട് നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് നമുക്ക് പറയാനറിയാം അല്ലേ? പക്ഷേ എഴുതണം, ഒപ്പം വായിക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഇന്നത്തെ കാലത്ത് മിക്ക കുട്ടികളെയും സംബന്ധിച്ച് ഒരു കീറാമുട്ടി തന്നെയാണ് അല്ലേ? വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് മലയാളം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും മലയാളം വായന ഞാൻ കേട്ടിട്ടുണ്ട്, ഉച്ചാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഭാഷയെ സംബന്ധിച്ചിട്ട് ഉച്ചാരണം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതെ ഒരു ഒഴുക്കം മട്ടിലോ അല്ലെങ്കിൽ തെറ്റ് കലർന്ന രീതിയിലോ ഒക്കെ മലയാളം പഠിക്കുന്നത്, മലയാളം വായിക്കുന്നതൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അത് സർവ്വസാധാരണമായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെയും അതുപോലെ കുട്ടികളുടെയൊക്കെ ഒരു സങ്കടം ഇതാണ്. മറ്റു ഭാഷകളൊക്കെ പ്രത്യേകിച്ച് ഇംഗ്ലീഷൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മാതൃഭാഷയായ മലയാളം എങ്ങനെ തെറ്റില്ലാതെ എഴുതണം, എങ്ങനെയാണ് തെറ്റില്ലാതെ വായിക്കേണ്ടതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള സംശയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് CC+ൻ്റെ നേതൃത്വത്തിൽ ഒരു കളരി, മലയാളം കളരി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മലയാളം കളരിയിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം അക്ഷരമാല മാത്രമല്ല, മലയാളം എന്ന് പറയുന്ന നമ്മുടെ മാതൃഭാഷ എങ്ങനെ നല്ല രീതിയിൽ വഴക്കി എടുക്കണം എന്നുള്ളതിൻ്റെ ലക്ഷ്യമാണ്. അത് നമുക്ക് തെറ്റില്ലാതെ എഴുതുകയും വേണം, തെറ്റില്ലാതെ വായിക്കുകയും വേണം. ഒരു തെറ്റുകൂടാതെ നമുക്ക് മലയാളത്തെ നമ്മുടെ കയ്യിൽ ഒതുക്കിയെടുക്കണം. ഇങ്ങനെ ഒരു ലക്ഷ്യവുമായിട്ടാണ് CC+ ചാനലിലൂടെ കളരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയതല്ല, നേരത്തെ ഒരു വെക്കേഷൻ പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പോൾ ആ കളരിയിലൂടെ ഉദ്ദേശിക്കുന്നത് മലയാള ഭാഷയെ കുട്ടികൾക്ക് കൂടുതലായിട്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. ഓക്കെ, നമുക്കറിയാം മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയാണ് എല്ലാവരുടെയും വിചാരം അല്ലേ? നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് പറയാനും എഴുതാനും ഒക്കെ പറ്റുന്നു. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? പ്രത്യേകിച്ച് രണ്ട് വരി കവിതകളൊക്കെ ചൊല്ലാനായിട്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതകളൊക്കെ പറയാനോ അല്ലെങ്കിൽ കുമാരനാശാൻ്റെ കവിതകളെ കുറിച്ചൊക്കെ പറയാനോ ഒക്കെ നമുക്ക് വായിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കഥകൾ വായിക്കുമ്പോഴോ അതും അതിനേക്കാളും വളരെ പ്രയാസകരമായ കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് മലയാള അക്ഷരമാല എങ്ങനെയൊക്കെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചെറിയ നുറുങ്ങു വിദ്യകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ആദ്യം അക്ഷരമാലയിലേക്ക് പോകാം. നോക്കാം, നമുക്കറിയാം അക്ഷരമാല ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് അക്ഷരമാലയും അതുപോലെ സ്വരങ്ങളും വ്യഞ്ജനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാണ് അല്ലേ? അപ്പം നമ്മൾ അക്ഷരമാല ആദ്യം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് ആദ്യം പഠിക്കുന്നത്? സ്വരങ്ങളാണ് അല്ലേ? സ്വരാക്ഷരങ്ങളാണ് അല്ലേ? അപ്പോൾ ആ സ്വരാക്ഷരങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കണം മലയാളം അക്ഷരമാല പഠിക്കുമ്പോൾ. ഓക്കെ, അതിന് സ്വരാക്ഷരങ്ങൾ നമ്മൾ ആ 15 എത്രയാണ്? 1 ആ ഇ ഈ ഉ യറു എ ഐ ഒ ഓ ഔ അം ഇത്ര ഇവിടെ ഒരു ഓർഡർ ആണെന്ന രീതിയിലല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ചിത്രങ്ങൾ സഹിതമാണ്, ചിത്രരൂപത്തിലാണ് ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എത്ര അക്ഷരമാലയുണ്ട്? സ്വരങ്ങളിൽ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 സ്വരാക്ഷരങ്ങളുണ്ട് അല്ലേ? ഈ 15 സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് അക്ഷരങ്ങളിലൂടെ പഠിക്കുന്നത് അല്ലേ? എന്നാൽ ഈ സ്വരാക്ഷരങ്ങൾ മാത്രമാണോ നമ്മൾ പഠിക്കുന്നത്? അല്ല, വ്യഞ്ജനങ്ങളും കൂടിയുണ്ട് അല്ലേ? ക ഖ ഗ ഘ ങ തുടങ്ങിയിട്ടുള്ള വ്യഞ്ജനങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഈ വ്യഞ്ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഒന്ന് ഇടറിപ്പോകുന്നത് അല്ലേ? കാരണം ആ എന്നുള്ള ആ സ്വരത്തിൻ്റെ രൂപത്തിൽ ക എന്നുള്ള സ്വരം വ്യഞ്ജനം ഉച്ചരിക്കുന്നു. പിന്നീട് കായ്ക്ക് കാ എന്നും കീ അങ്ങനെ ദീർഘാക്ഷരങ്ങളും ഹ്രസ്വാക്ഷരങ്ങളുമായിട്ട് മാറുന്നു അതിനോട് സ്വരങ്ങൾ ചേരുമ്പോൾ അല്ലേ? അപ്പോൾ അത് വരുമ്പോഴാണ് പലർക്കും അവിടെ
പ്രശ്നങ്ങൾ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ആ ഒരു തെറ്റ് നമുക്ക് മാറ്റാനായിട്ട് എന്താണ് വഴി അല്ലേ. അതായത് നമുക്കിപ്പോൾ ഒരു ക എന്ന് പറഞ്ഞൊരു അക്ഷരം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ക എന്നുള്ളതൊരു വ്യഞ്ജനാക്ഷരമാണ്. ആ കായ്ക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക എന്ന് എഴുതാൻ പറ്റും. അതിനുശേഷം എന്താണ് കി എന്ന് എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താണ് കിഴക്ക് എന്ന് എഴുതുമ്പോഴും അല്ലെങ്കിൽ കിണർ എന്ന് എഴുതുമ്പോഴും ഒക്കെ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോറുണ്ട്. നമുക്കല്ല, ചില കുട്ടികൾക്ക് കേട്ടോ. എന്താണ് അതുപോലെ കീ എന്ന് പറയുമ്പോൾ ഇപ്പൊ കിളി എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം കാക്ക് ഇങ്ങനെ ഈന്റെ ചിഹ്നമാണ് ഇതെന്നറിയാം. അതേസമയം കീ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു കെട്ടുവള്ളിയും കൂടി ദീർഘാക്ഷരത്തിൽ വേണം. ഇത് അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ഇപ്പൊ കായായാലും ചായായാലും പായായാലും ഒക്കെ അക്ഷരങ്ങളുടെ കൂടെ വരുമ്പോൾ ഏതാണ് ഉച്ചരിക്കേണ്ടതിനെ കുറിച്ച് സംശയം വരും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ പിന്നെ നിസ്സാരമായിട്ട് ചിലപ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ചില പദങ്ങളൊക്കെ നമുക്ക് തെറ്റിക്കുന്നത് ഏതാണെന്നറിയോ, ഓയുടെ ചിഹ്നമാണ്. ഓയുടെ ചിഹ്നം. അപ്പം ഇത് എന്താണ്, ഹ്രസ്വാക്ഷരമാണ്. അതിനിടയിൽ ക എന്നുള്ള അക്ഷരം വന്ന കോ ആവും. അതിൻ്റെ ദീർഘാക്ഷരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കോ എന്നാണ്. ഇത്രയും ചിഹ്നങ്ങളാണ് നമുക്ക് അക്ഷരങ്ങളിൽ വരുമ്പോൾ തെറ്റുകൾ ഉണ്ടാവുന്നത് അല്ലേ. കോഴി എന്ന് എഴുതുമ്പോൾ ഏതാണ്, അതുപോലെ എന്താണ് കോഴിക്കോട്, അതുപോലെ കോലം തുടങ്ങിയിട്ടുള്ളതൊക്കെ എഴുതുമ്പോൾ ഏതാണ്, ഈ ഓ എന്നുള്ള ദീർഘാക്ഷരം ഏതാണെന്നുള്ള സംശയം വരും. അതുപോലെ കാ കൂട്ടക്ഷരം എന്നുള്ള സംശയം വരും. ഇങ്ങനെ ഒരു സംശയകരമായിട്ടുള്ള രീതിയിൽ എത്തുമ്പോൾ നമുക്ക് മലയാള അക്ഷരങ്ങൾ നമുക്ക് വഴങ്ങിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം അല്ലേ. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അക്ഷരങ്ങളിലേക്ക് എത്തുമ്പോൾ ആദ്യം പഠിക്കണ ഏതാണ്, നിങ്ങളിന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. എല്ലാവരും ശ്രമിച്ചു നോക്കണം. അക്ഷരത്തെറ്റ് ഉള്ള കുട്ടികൾ ഒന്ന് ശ്രമിച്ചു നോക്കണം. എന്താണ്, റാ എന്നുള്ള അക്ഷരത്തിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. റാ നോക്കി, റാ എന്നുള്ള ഒരു അക്ഷരത്തിലാണ് റാ നമ്മൾ ആദ്യം പഠിക്കണം അല്ലേ. ചെറിയ ക്ലാസ്സിൽ പോകുമ്പോൾ LKG ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ 1ാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അധ്യാപകന്മാർ നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് റാ എന്നുള്ള അക്ഷരമല്ലേ പഠിപ്പിച്ചേക്കണം അല്ലേ. ആ റാ എന്നുള്ള അക്ഷരം തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ മറ്റുള്ള അക്ഷരങ്ങളിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ ഓർമ്മിച്ച് വെക്കുന്നത് സ്വരാക്ഷരങ്ങളല്ല, ആദ്യം നമ്മൾ പഠിക്കുന്നത് റാ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരമാണ്. ഓക്കെ. അപ്പൊ ഈ റായിലൂടെ നമ്മൾ എന്താണ് പഠിക്കും നോക്കൂ. റാ എന്തായി, റാ എന്ന് എഴുതി. പിന്നെ എന്താണ്, റാ രായായി. പിന്നെ എന്തായി, റാ തായായി. ഇങ്ങനെ പല രീതിയിലെ അക്ഷരങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനമാണ് നമ്മൾ സ്വരത്തിന്റെ ആദ്യ അക്ഷരമായ ആയിലേക്ക് നമ്മൾ എത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ എന്താണ്, റാ എന്നുള്ളത് രായായി തായായി ആയായിട്ട് മാറുന്നു ഇല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത്, എഴുതാൻ പഠിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് റായാണ്. ഓക്കെ. പിന്നെ എന്തിലേക്ക് പോകുന്നത് നോക്കൂ, എന്താണ്, രായിലേക്കാണ് പോകുന്നത്. രായിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ റാ കഴിഞ്ഞ് നമ്മൾ രാ പഠിക്കുന്നു. വളരെ സിമ്പിളായിട്ട് പഠിക്കുന്നു. എന്താണ്, രാക്ക് അധികം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റാ എഴുതുമ്പോൾ നമുക്ക് അത്ര അധികം ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എന്നാൽ രാ എഴുതുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അടുത്ത അക്ഷരം നമ്മൾ പഠിച്ചു അല്ലേ. റാ പഠിച്ചു, രാ പഠിച്ചു. ഇതിന്റെ ഉച്ചാരണമാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ആദ്യം എഴുതിയത് റായാണ്. എന്താണ്, റാ. ഓക്കെ. പലർക്കും റായും രായും ഒക്കെ തെറ്റിപ്പോവാറുണ്ട്. അതുപോലെ ഷായും ഷായും തെറ്റിപ്പോവാറുണ്ട്. വ്യഞ്ജനങ്ങളാണെങ്കിൽ പിന്നെ മിക്കതും തെറ്റിപ്പോകാറുണ്ട്, പറയാൻ വേണ്ട. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നമ്മൾ ഇനി മാറ്റണം കേട്ടോ. എന്താണ്, റാ എന്നുള്ളതും രാ എന്നുള്ളതും. ഓക്കെ. റായും രായും അങ്ങനെ 2 അക്ഷരങ്ങളാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. റാ കഴിഞ്ഞ് രാ പഠിക്കുന്നു. പിന്നീട് നമ്മൾ എന്താണ്, സ്വരാക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്, ആ എന്നുള്ള അക്ഷരം പഠിച്ചു. അത് കഴിഞ്ഞ് ആ എന്നുള്ള അക്ഷരം പഠിക്കും. പിന്നെ ഈ പഠിക്കും. പിന്നെ ഈ പഠിക്കും. ഇതിന്റെ ചിഹ്നം, ഈയുടെ ചിഹ്നമാണ് പലർക്കും തെറ്റിപ്പോകാറുണ്ട്. ഈയുടെ ചിഹ്നം പലർക്കും തെറ്റിപ്പോകാറുണ്ട്. എന്താണ്, ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈയുടെ കൂടെ ദീർഘമായ ഇങ്ങനെ ഒരു ചിഹ്നമാണ് ഇടുന്നത്. ഇങ്ങനെ ദീർഘമായ ഒരു ചിഹ്നമാണ് ഇടുന്നത്. അപ്പോൾ എന്തായിട്ട് മാറും, ഈച്ച എന്ന രീതിയിൽ മാറും. ഓക്കെ. ഈറ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഉച്ചരിക്കുന്നത് ഈ എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈച്ച. അതുപോലെ ഈ വളരെ സിമ്പിളാണ് അല്ലേ. അടുത്ത സ്വരാക്ഷരം ആ കഴിഞ്ഞു ഈ വളരെ സിമ്പിളാണ്. പക്ഷെ ഈ എന്ന രീതിയിലേക്ക് എത്തുമ്പോൾ നമുക്കത് അതിൻ്റെ ചിഹ്നം ഏതെന്ന് സംശയം ഉണ്ടാവും. ഓക്കെ.
അപ്പം നമ്മൾ സ്വരാക്ഷരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ആ കഴിഞ്ഞ് ആ, ഈ, ഊ, പിന്നെ എറു, എ, ഐ അങ്ങനെയൊക്കെ പോവും അല്ലേ. പിന്നെ ഓ, ഔ അല്ലേ. അവിടെ എന്താ പ്രത്യേകത? എ എന്ന് പറഞ്ഞ അക്ഷരത്തിന് അവിടെ 3 പിരിവുകളുണ്ട് അല്ലേ. ശ്രദ്ധിക്കണേ, എന്താണ് എ എന്നുള്ള അക്ഷരത്തിന് അവിടെ 3 പിരിവുകൾ. എന്താണ്? എ ഉണ്ട്, പിന്നെ ഐ ഉണ്ട്, ഐകാരമുണ്ട്. ഓക്കെ, ഐ. ഇതിന്റെ ഐയുടെ ഫ്രണ്ടിൽ ഒരു ചിഹ്നം, എയുടെ ചിഹ്നം എന്താണ് വരുമ്പോൾ അവിടെ ഐ ആയിട്ട് മാറുന്നു. ഓക്കെ, അവിടെ എ എന്നുള്ള ദീർഘം ഇങ്ങനെയാണ് എഴുതുന്നത്. പലർക്കും തെറ്റിപ്പോകുന്ന അക്ഷരമാണ് ഇതും, എയും ഐയും. ഓക്കെ, പിന്നെ ഐ എഴുതുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടികൾ ഇങ്ങനെ 2 ഏകാരമിടും. അത് തെറ്റാണ്. അങ്ങനെ ഒരു അക്ഷരം ഇല്ല. എന്താണ്? ഐ എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതുന്നത്, അല്ലാതെ 2 ഐകാരം ഇടില്ല എയുടെ മുൻപിൽ കേട്ടോ. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പ്രധാനമായിട്ട് മറ്റൊരു തെറ്റുകൾ വരുന്നത്, നമുക്ക് ഒരുപാട് കൂട്ടക്ഷരങ്ങൾ മലയാളത്തിലുണ്ട്. ഇപ്പോൾ ചക്ക, അതുപോലെ തേങ്ങ എന്നൊക്കെ പറയുന്നത് ഒരു കായുടെ കൂട്ടക്ഷരവും ങ്ങായുടെ കൂട്ടക്ഷരം, അതുപോലെ എന്താണ് ചായയുടെ കൂട്ടക്ഷരം, പായുടെ കൂട്ടക്ഷരം, ഇതൊക്കെ നമുക്ക് മാറിപ്പോകാം. പലർക്കും ഉണ്ടാവുന്ന തെറ്റുകളാണത്. എന്താണ്? ഇപ്പോൾ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമുക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ്? എഴുതിയിട്ട് പല കുട്ടികളും 2 എഴുതും. എന്നിട്ട് എന്താണ്? ചിലപ്പോൾ കൂട്ടക്ഷരം എഴുതും, ചിലപ്പോൾ കൂട്ടക്ഷരം എഴുതില്ല. ഇപ്പൊ ഞാൻ കൂട്ടക്ഷരം എഴുതുകയാണ്. ഇപ്പൊ എന്ത് വായിക്കും? നമുക്ക് എന്നായിരിക്കും വായിക്കുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു വാക്കാണ്. എന്താണ് അവിടെ വേണ്ടത്? നമുക്ക് എഴുതേണ്ടത് നമുക്ക് എന്ന് എഴുതുമ്പോൾ ഒരു മതി. ഒരു എഴുതിയിട്ട് കൂട്ടക്ഷരം. ഇതാണ് നമുക്ക് എന്ന രീതിയിലേക്ക് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതേസമയം നമ്മൾ എന്ന് എഴുതുമ്പോൾ എന്ത് വേണം? 2 വേണം. 2 വേണം. അപ്പോഴാണ് 2 വരുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിക്കണം. ക, ങ, ങ, ച, ജ, ഞ, ട, ഡ, ണ, ത, ന്ത, ന, പ, ബ, മ തുടങ്ങിയിട്ടുള്ള കൂട്ടക്ഷരങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ 2 അക്ഷരങ്ങൾ വരുന്ന കൂട്ടക്ഷരങ്ങളുണ്ട്, പ്രത്യേകിച്ച് കായും തായും കൂടിയിട്ട് വരുന്നത്. കായും തായും കൂടിയിട്ട് വരുമ്പോൾ ത എന്നിട്ടുള്ള കൂട്ടക്ഷരമുണ്ട്. ത, വ്യക്തമായി പറയുക, രക്തം എന്നൊക്കെ പറയുന്നതിനുള്ള അക്ഷരമാണ് കായും തായും കൂടിയിട്ട്. ഇതൊക്കെ നമുക്ക് അറിയില്ല അല്ലേ. പലരും രക്തം എഴുതണമെങ്കിലെന്നറിയോ? 2 താ എഴുതി വയ്ക്കും, രക്തം എന്ന് വായിക്കും. തെറ്റാണത്. എന്താണ് വേണ്ടത്? കായും തായും കൂടിയിട്ടുള്ള അക്ഷരമാണ് വേണ്ടത്, രക്തം എന്ന രീതിയിൽ. അത് ചന്ദ്രക്കലയിട്ട് എഴുതണം, ഇങ്ങനെ കൂട്ടിയും എഴുതാൻ ചെയ്യാം, 2 ആയിട്ട് എഴുതാൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിഹ്നം എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ അനുസ്വാരം എന്ന് പറഞ്ഞ 0 എന്താണെന്നുള്ള ചിഹ്നം പഠിക്കണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് മലയാളം വളരെ ഈസി ആയിട്ട് കിട്ടും. മാതൃഭാഷ നമുക്ക് കിട്ടും. നോക്കൂ, ഇവിടെ ഒരു കായുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കാ എന്നുള്ള ഒരു അക്ഷരം നമുക്കറിയാം, വ്യഞ്ജനങ്ങളിലെ ആദ്യത്തെ അക്ഷരം അല്ലേ. കാ, ഖ, ഗ, ഖ, ങ തുടങ്ങുന്നതിലെ ആദ്യത്തെ അക്ഷരം കായാണ് അല്ലേ. എന്ത് രസകരമായിട്ട് എഴുതിയേക്കണം നോക്കിയേ. കാ ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ വരണം. കണ്ടോ എങ്ങനെയാണ്? കാ താഴേക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതണം, ഒരു തൊപ്പി ഇരിക്കുന്നത് പോലെ അല്ലേ. രസകരമായിട്ട് 2 എന്താണ് 2 കണ്ണൊക്കെ വരച്ചിട്ടെങ്കിൽ എന്തായി മാറി? ഒരാളായിട്ട് മാറി അല്ലേ. അപ്പോൾ ക എന്നുള്ള അക്ഷരത്തെ കൊണ്ട് നമുക്ക് പലവിധ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ക എന്നുള്ള അക്ഷരമാണ് വ്യഞ്ജനത്തിലെ ആദ്യത്തെ അക്ഷരം. നമ്മൾ ആ അക്ഷരം എഴുതാനായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ കായുടെ കൂട്ടക്ഷരം എന്താണ്? ക അല്ലേ. കായുടെ കൂട്ടക്ഷരം ക. എന്നാൽ ഈ കായുടെ പലവിധ രൂപങ്ങളുണ്ടല്ലോ, അതാണെന്ന് എനിക്ക് അടുത്തത് പറയാനുള്ളത്. നോക്കൂ, എന്താണ്? ക, കാ, കീ, കീ, കൂ. കണ്ടോ, ഈ ചിഹ്നങ്ങൾ വരുമ്പോൾ കാ എന്നുള്ള വ്യഞ്ജനത്തിന് പല പല ഉച്ചാരണങ്ങൾ ഉണ്ടാകുന്നു ഇല്ലേ. ക, കാ, കീ, കീ, കൂ. കണ്ടോ, ഇത് ഈന്റെ ചിഹ്നം വന്നപ്പോ കി, ഈയുടെ ചിഹ്നം വന്നപ്പോ കീ, അടുത്ത് ഊന്റെ ചിഹ്നം വന്നപ്പോ കു, പിന്നെ അതിന്റെ ദീർഘം കൂ. പിന്നെ ഇതെന്താണ്? എറിന്റെ ചിഹ്നമാണ് അല്ലെ. എറിന്റെ ചിഹ്നമാണ് കൃ എന്ന് പറയുന്നത് അല്ലെ. അതിന് ചിഹ്നമാണ്. ചിഹ്നങ്ങൾ വരുമ്പോൾ ഉച്ചാരണത്തിന് മാറ്റം വരും. പിന്നെ എന്താണ്? കെ. പിന്നെ എന്താണ്? കെ. ഇത് എയുടെ ചിഹ്നം, ഇത് എന്റെ ദീർഘം ചിഹ്നം. ഇത് നോക്കിയേ, കൈ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്താണ്? ഐ എഴുതുമ്പോൾ ഒരെണ്ണം മതി. പക്ഷേ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് മുമ്പിൽ എത്രണ്ണം വേണം? ഇവിടെ 2 എണ്ണം ചേർക്കണം. വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോൾ എന്താണ്? 2 ഏകാരം ചേർക്കണം. അപ്പോൾ കൈ ആയിട്ട് മാറും. ഓക്കെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എന്താണ്? കോ. നേരത്തെ പറഞ്ഞു ഓയുടെ ചിഹ്നം. പിന്നെ അത് കഴിഞ്ഞ്
കോ, ഓയിന്റെ ചിഹ്നം. അടുത്തത് കൗ, കണ്ട ഔവിന്റെ ചിഹ്നം അല്ലേ? ഔ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വരാക്ഷരങ്ങൾ അല്ലേ? അതിന്റെ ഔവിന്റെ ചിഹ്നം. പിന്നെ ഉള്ളത് കായുടെ ചിഹ്നം കമ്മായി, പിന്നെ ക വിസർഗമിട്ട് ക ആയി. അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഓരോ ചിഹ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ചിഹ്നം വരുമ്പോൾ നമുക്കത് ഉച്ചരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ എഴുതാനും നമുക്ക് പ്രയാസകരമായിട്ട് മാറാറുണ്ട് അല്ലേ? പല കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള അക്ഷരങ്ങളോട് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള അക്ഷരങ്ങൾ എഴുതി ചിഹ്നങ്ങൾ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നോക്കൂ, ഇത് ഞാൻ പറയുന്നത് ച എന്നുള്ള അക്ഷരം വെച്ചിട്ട് നോക്കി, കാ എന്ന് എഴുതിയ പോലെ ച എന്നുള്ള അക്ഷരം വെച്ച് നമുക്ക് എഴുതാം. പാ എന്നുള്ള അക്ഷരം വെച്ച് എഴുതാം. ടാ എന്നുള്ള അക്ഷരം വെച്ച് എഴുതാം. അതുപോലെ താ എന്നുള്ള കാ ച ടാ താ പ, അതാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് കേട്ടോ. വ്യഞ്ജനങ്ങളിലെ ആദ്യത്തെ അക്ഷരം കാ ച ടാ കായും കൂടി എഴുതിയേക്കാം. കാ ച ടാ താ പ. ഇതിനെ നമുക്ക് നേരത്തെ കാ കാ കീ കീ കൂ കൂ എഴുതുന്ന പോലെ ശ്രദ്ധിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ച എന്നുള്ള അക്ഷരത്തിന് ചാന്ന് എഴുതി. പിന്നെ എന്താണ്? ചാക്ക് ചാ ദീർഘോട്ടു, പിന്നെ ചീയാവണന് ഈയുടെ ചിഹ്നോട്ടു, പിന്നെ ഈ അങ്ങനെ 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 നമുക്ക് എഴുതി പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ പാ എഴുതണം. പ പാ പി പീ തുടങ്ങിയിട്ടുള്ള അക്ഷരങ്ങൾ എഴുതുക. അതുപോലെ ടാ, ടാക്ക് തെറ്റിക്കരുത്. ടാ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എസ് പോലെ അല്ലേ? ടാ എഴുതണം. ടാ, പിന്നെന്താണ്? ടി ടീ തുടങ്ങിയിട്ടുള്ള ലിപികൾ ചേർത്ത് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതണം. പിന്നെ അതുപോലെ താ തീ തീ. നമ്മുടെ മലയാള അക്ഷരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? നമ്മൾ അക്ഷരങ്ങൾ ഉരുണ്ടാണ് വരുന്നത്, ഉരുട്ടിയാണ് നമ്മൾ അക്ഷരം എഴുതുന്നത്. പ്രത്യേകിച്ച് നമ്മൾ 2 ലൈൻ കോപ്പിയൊക്കെ എഴുതും, 2 ലൈൻ കോപ്പിയൊക്കെ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ പ്രത്യേകത നമുക്ക് ഉരുട്ടി എഴുതേണ്ടി വരും. അതുപോലെ എന്താണ്? നമുക്ക് അക്ഷരങ്ങളെ വ്യക്തിയായിട്ട് നമുക്ക് എഴുതാനായിട്ട് പഠിക്കണം. ഈ അക്ഷരങ്ങളിലേക്ക് നമ്മൾക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ മലയാള ഭാഷ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടുതലായിട്ടുള്ള ഇരട്ടിപ്പ് എന്താണെന്നും അതുപോലുള്ള വാക്കുകളൊക്കെ എന്താണെന്നും അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ കണ്ട് പഠിക്കുക. ഒപ്പം കളരിയിൽ ജോയിൻ ചെയ്യുക. വളരെ മികച്ച ഒരു ടീച്ചിങ് പാനലാണ്, അല്ലെങ്കിൽ തന്നെ നല്ലൊരു കോച്ചിങ് ആണ്. അതായത് എങ്ങനെയാണ് നമുക്ക് മലയാളം അക്ഷരങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു മികച്ചൊരു പരിശീലന രീതിയാണ് കളരി. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം. എന്താണ്? CC+ലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും എന്താണ് ഇനി മുതൽ മലയാള അക്ഷരം തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും പഠിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.